നാട്ടിലേക്ക് അങ്ങനെ പറ്റിക്കാൻ പറ്റും. ഒരു പുലി പിന്നാലെ കൂടിയാൽ എന്ത് ചെയ്യും? എന്റെ ബാക്കി പുലി ചെയ്തതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റും? സുലത്തുബിൻ അസ്ലം എന്നവരെ എന്താണ് സിംഹം ചെയ്യാന്ന് വിചാരിച്ചത്? ഞാൻ ഉണ്ടാകെ മരത്തിൽ പിടിച്ചിരിക്കുകയാണ്. സിംഹം വന്നു, അതിന്റെ റോളിംഗ് സൗണ്ട് അത് ഗർജിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ ഉറപ്പിച്ചിരുന്നു. അടുത്ത വന്നു സുലൈന്നവർ റുക്കൂഇലേക്ക് സുജൂദിലേക്ക് പോവാൻ. സിംഹം അവിടെ തന്നെ മണ്ണ് പിടിച്ചു നിൽക്കുന്നുണ്ട്, അനങ്ങുന്നില്ല. സുജൂദിൽ എഴുന്നേറ്റ കഴുത്തിൽ കളിക്കുകയുള്ളൂ. സിംഹം അവിടെ തന്നെ നിന്നു, ഒന്നും ചെയ്തില്ല. സലാം വീട്ടിയപ്പോ അല്ലയോ പിടിമൃഗമേ, എന്ന് പറഞ്ഞ അങ്ങനെ വലിയ മൃഗമേ, ഇതേ ഞാൻ നിന്റെ റിസ്കല്ല, നീ എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിച്ചോ, ഞാൻ നിന്റെ ഭക്ഷണമല്ല എന്ന് സിംഹത്തോട് പറഞ്ഞത് ഞാൻ കേട്ടു. ഒരു കുഞ്ഞിനോട് പറഞ്ഞയാൾ കണ്ണങ്ങൾ തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. ഞാൻ ഈ അത്ഭുതം കണ്ട് ആലോചിച്ചു നിന്നുപോയി. രാത്രിയുടെ ചെറിയൊരു വെളിച്ചത്തിനുള്ളിൽ മഹാനായ സുലൈത്തുൽ അശ്വം റളിയല്ലാഹു തആല നിസ്കാരം വന്നു. സുബഹി വരെ നിസ്കാരമാണ്. ഏകദേശം സുബഹിയായി തുടങ്ങിയത് കണ്ടപ്പോൾ അദ്ദേഹം നേരെ പോയി കല്ലിൽ പോയി പുറപ്പെട്ട് മൂടിക്കിടന്നു. ഞാൻ പിന്നാലെ ഞാനും കിടന്നു. അപ്പോഴേക്കും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേൽക്കാൻ നേരമായിട്ടുണ്ട്. സുലൈത്തുൽ അശ്വം എന്നവരെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമിയിട്ട് എന്തോ ഒരുപാട് ഉറങ്ങിയതുപോലെ അഭിനയിച്ചു. എനിക്കാണെങ്കിൽ ഉറക്കച്ചറ കൊണ്ട് കുഴിച്ചെടുക്കാൻ പറ്റുന്നില്ല. സുലൈന്നവർക്ക് ഓരോ ഉന്മേഷക്കുറവുമില്ല. അദ്ദേഹം രാത്രി മുഴുവൻ ഉറങ്ങിയതുപോലെ എല്ലാവരുടെയും വിചാരം കൂടെ ഉറങ്ങിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ അദ്ദേഹം നടന്നുപോയി നിസ്കരിച്ചതൊക്കെ ഞാൻ കണ്ടു, ഇതൊന്നും ആരും കണ്ടിട്ടില്ല. സുലൈത്തുൽ അശ്വം എന്നവർ സുബഹി നേരത്ത് ദുആ ചെയ്ത ഒരു ദുആയും ഞാൻ കേട്ടു പഠിച്ചു എന്ന് ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുസീറനി മിനൻ നാർ, അല്ലാഹുവേ നീ എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നു. എന്നെ പോലെയുള്ള ആളുകൾ നീ എനിക്ക് സ്വർഗം തരണേ എന്ന് ചോദിക്കാൻ ധൈര്യം കാണിക്കാമതാണോ? നീ സ്വർഗം തരണം എന്ന് പറയാൻ എനിക്ക് ധൈര്യം കാണിക്കാൻ പറ്റുമോ? ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം നരകത്തിൽ തന്നെ കാണുകയാണ്. സ്വർഗം തരണേ ചോദിക്കാൻ ഞാൻ എന്ത് ചെയ്തു, എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ഈ മഹാൻ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു എന്ന് ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല. അവരുടെ ആ ഒരു യൂണിറ്റി, ഒരു വിനയം, അല്ലാഹുവിന്റെ മുമ്പിലുള്ള താഴ്മ നോക്കണം. എത്രയും വലിയ ഇബാദത്ത് ചെയ്തിട്ട് അല്ലാഹുവേ സ്വർഗം തരണേ എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. നമ്മൾ സ്വർഗം ചോദിക്കാൻ പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേറെ വിഷയം. മഹാന്മാരുടെ ജീവിതം വലിയ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അവരുടെ ജീവിതത്തിന്റെ ആഴമുള്ള അർത്ഥങ്ങൾ ഈ വാക്കുകളിൽ കാണാൻ കഴിയും. ആ രീതിയിൽ മഹാനായ സുലൈത്തുൽ അശ്വം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ രാത്രിയിലെ മഹാഭൂരിപക്ഷം സമയവും ഇബാദത്തിൽ കഴിച്ചുകൂട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി വിശ്രമം നമുക്ക് പകരം കിട്ടിക്കഴിഞ്ഞാൽ ആ രാത്രി സമയം ഇബാദത്ത് കൊണ്ട് സജീവമാണ്. റമദാനിൽ നമുക്ക് സാധിക്കും. റമദാൻ അല്ലാത്തപ്പോഴും റമദാനിൽ എത്ര കുറച്ചേ ഉറങ്ങാൻ പോകുന്നുള്ളൂ ആലോചിച്ച് നോക്കി. വളരെ കുറച്ച് ഉറങ്ങുള്ളൂ. പ്രത്യേകിച്ച് സുഖമായിട്ട് വളരെ നേരത്തായി ഉള്ള സ്ഥിതിക്ക് ഇതിനെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകും. ഉറക്കച്ചടവ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും പിന്നെ അതങ്ങ് ഓടിക്കൊള്ളു. ഓക്കെയാണ്. ഇച്ചിരി വിശ്രമം കിട്ടിക്കഴിഞ്ഞു. പെണ്ണുങ്ങൾക്ക് അതുണ്ടോ? നമ്മൾ ജോലി കഴിഞ്ഞ് ചില വിശ്രമിച്ചത് വീട്ടിൽ ജോലി ചെയ്ത പെണ്ണുങ്ങളെ കുട്ടികളാവട്ടെ, സ്കൂളിൽ പോയ കുട്ടികൾ തിരിച്ചു വരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, ഗസ്റ്റ് വരുന്നു, അതാണ് ഇതാണ്. അവർക്ക് വിശ്രമമില്ല. നമുക്ക് ഇച്ചിരിയെങ്കിലും വിശ്രമം കിട്ടുന്ന സമയമുണ്ട്. എന്നാൽ തന്നെ നമുക്കത് മതി വരുന്നില്ല. പക്ഷെ റമദാനിൽ എന്തോ ഒരു ഊർജ്ജം നമുക്ക് തരുന്നുണ്ടല്ലേ? അതൊരു അത്ഭുതമല്ലേ? നമുക്ക് അല്ലാത്ത സമയത്ത് എത്ര ഉറങ്ങണം, എത്ര വിശ്രമിക്കണം, എത്ര നേരം ഭക്ഷണം കഴിക്കണം, ഇതൊന്നുമില്ലാതെ നമ്മൾ റമദാൻ ഒരു മാസം കഴിക്കുന്നില്ലേ? നമ്മുടെ മനസ്സാണ് പ്രശ്നം. നമ്മുടെ മാനസികമായ സന്നദ്ധത മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങളെ. നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ട്. വയസ്സിൽ മൊത്തം കൊണ്ടാണ് എല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. എത്ര പ്രായമുള്ള ഉമ്മമാര്, പ്രായമുള്ള ഉപ്പമാര്, നമ്മെ അവർക്ക് ഒരു 100 മീറ്റർ നടക്കാൻ കഴിയുമെന്ന് വിചാരിക്കും. അവർ തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, പരിശുദ്ധമായ കടലിൽ പോയി ധ്യാനം ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, മദീനത്തിൽ പോകും, തിരിച്ചു വരുന്നു, വീണ്ടും. ഇങ്ങനെ ഒരുപാട് ഇവിടെ നിന്നാണ് ഈ ഊർജം. കൽബിനുള്ളിൽ ആവേശമുണ്ട്, കൽബിനുള്ളിൽ കിടക്കുന്ന ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം നമ്മൾ പുറത്തെടുത്താൽ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ നമുക്കും ഒരുപാട് ഇബാദത്തിന് അവസരമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കത്തെ കുറിച്ചുള്ള ചർച്ചയിൽ അവസാനം പറയുന്നത് നമ്മൾ ഓർക്കണം. ഉറക്കം നമ്മുടെ മരണത്തിന്റെ ഒരു സഹോദരനാണ്. മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം. ولا يموت قبل
അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾ മരിക്കുകയില്ല. വലാ യനാമു അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾ ഉറങ്ങുകയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വർഗത്തിൽ ഉറക്കില്ല, സ്വർഗത്തിൽ മരണമില്ലാത്തതുകൊണ്ട്. കാരണം മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം, അതുകൊണ്ട് സ്വർഗത്തിൽ ഉറക്കമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മറ്റ് ഇബാദത്തുകളൊക്കെ, സുന്നത്ത് നിസ്കാരങ്ങളും സദഖകളും ദാനധർമ്മങ്ങളും ഒക്കെയുള്ള കൂട്ടത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അൽ ഇഹ്സാൻ ബിൽ ജീറാൻ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, കൂടെ താമസിക്കുന്ന ആളുകൾ, കൂടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, തൊട്ടടുത്ത ജില്ലയിൽ താമസിക്കുന്നവർ, പറ്റുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും സ്നേഹബന്ധങ്ങളും കടപ്പാടുകളും കാണിക്കാൻ കഴിയുന്ന ചുറ്റുപാടുകളാണെങ്കിൽ നോമ്പിന്റെ അവസ്ഥയിലെങ്കിലും ഇഫ്താറിനെ ക്ഷണിച്ചിട്ടോ, ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടോ, സഹായം ചെയ്തു കൊടുത്തിട്ടോ, നല്ല വാക്കുകൾ പറഞ്ഞിട്ടോ, അയൽപക്ക ബന്ധങ്ങളിൽ വലിയ ഒരു ഉത്തേജനം, നല്ല ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കണം എന്ന് എന്നോട് നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അത് ഈ റമദാനിലെ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യമാവട്ടെ. കാരണം പലരും നമ്മൾ അറിയുന്നില്ല, നമ്മുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ മരിച്ചാൽ പോലും പത്രത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മുടെ അർബൻ കൾച്ചർ മാറിയിട്ടുള്ളത്. അതിനൊരു മാറ്റം ഒന്ന് പരിചയപ്പെട്ട് ഇസ്ലാമിക വിഷയങ്ങൾ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, അതിനെ സംബന്ധിച്ച് ഒരു താല്പര്യം. ഒരു പക്ഷേ അവര് നോൺ മുസ്ലിംസ് ആണെങ്കിൽ പോലും കൾച്ചർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. ഇന്നലെ രാവിലെ സ്കൂളിൽ അവിടുത്തെ പാരന്റിന് ഒരു റമദാൻ സെഷൻ ഉണ്ടായിരുന്നു. യൂറോപ്യൻസ് ആയ ഒരുപാട് പാരന്റ്സ് വന്നു. വളരെ താല്പര്യം നോമ്പിനെ കുറിച്ച് അറിയാൻ ഒരു 45 മിനിറ്റ് സ്ലൈഡൊക്കെ വെച്ചിട്ട് ക്ലാസ് വർക്ക് ഇംഗ്ലീഷ് ചെയ്ത് കൊടുത്തു. എന്തൊരു താല്പര്യത്തിലാണ്, എന്തൊരു ആവേശത്തിലാണ്. അവർക്ക് കേൾക്കാനും അറിയാനും വലിയ ആഗ്രഹമാണ്. അറിയണം, പഠിക്കണമെന്ന താല്പര്യത്തിൽ വരുന്നത്. അപ്പോ ഞാൻ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇസ്ലാമിക കൾച്ചറിനെ സംബന്ധിച്ച് പരിചയപ്പെടാൻ ഒരവസരം കൂടിയാണ് നമ്മൾ അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കലാവട്ടെ ഈ റമദാനിലെ ഏറ്റവും വലിയ നന്മ. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ രസകരമായ ഒരു ഹദീസുണ്ട്, ദീർഘമായ ഒരു ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഹദീസിന്റെ അവസാനം പറഞ്ഞ ഭാഗമാണ് അയൽപക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അബൂ ദർ റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നു. ഞങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര പോയി. അങ്ങനെ മദീനത്തിൽ കുറെ ദൂരമെത്തി. അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുള്ള സ്ഥലം. ഞങ്ങളവിടെ നിന്നു. നിബിതങ്ങൾ എന്നോട് പറഞ്ഞ അബൂ ദർറേ, നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു. ആ വരയിൽ നിർത്തിട്ട് പറഞ്ഞ അബൂ ദർറേ, ഈ വരയുടെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, വരന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിലൂടെ ഇത് പറഞ്ഞതുപോലെയാണ് ഹാലുമാണ്. അവിടെ നിന്നു അബൂ ദർറയാണ് പറഞ്ഞത്, രാത്രിയായിരുന്നു. ഒരു വര വെച്ചിട്ട് ഞങ്ങൾ പോയി. ഞാനങ്ങരുത് അനങ്ങിയില്ല. അങ്ങനെ ഞാൻ കുറെ ഈഗിളിന്റെ സൗണ്ട്, പരുന്തിന്റെ ശബ്ദം, പരുന്തുകളുടെ ശബ്ദം, കുറേ പരുന്തുകളുടെ ശബ്ദം. അവിടെ പരുന്തുകളില്ലാത്ത പ്രദേശമാണ്. വളരെ കൂടുതൽ അവരുടെ ചിലക്കലും ശബ്ദവും ഞാൻ ഒരുപാട് കേട്ടു. ഞാൻ പേടിച്ചു, സത്യത്തിൽ പേടിച്ചു. ഈ പരുന്തുകളുടെ ശബ്ദം ജിന്നുകളുടെ ശബ്ദമായി സാദൃശ്യമുണ്ടെന്നാണ്. അത് പലതും ജിന്നുകളുടെ ശബ്ദമായിരിക്കാൻ ഇടയില്ലെന്നാണ് അതിന്റെ ഒരു വശം. അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് ജിന്നുകളാണോ എന്ന് വിചാരിച്ചു. ഞാനവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്റെ ചുറ്റും ആയിരക്കണക്കിന് പരുന്തുകൾ വന്ന് ചിലക്കുന്ന പോലെയുള്ള ശബ്ദം എന്റെ ചെവിയിൽ വരുന്നു. ഞാനൊന്ന് ഓടിയാണോ എന്ന് വിചാരിച്ചു. പക്ഷെ തങ്ങൾ എന്നോട് പറഞ്ഞത് അനങ്ങാൻ പാടില്ല. ഞാൻ ആ വരയിൽ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ വരുന്നത് കണ്ടു. ഞങ്ങളുടെ കുപ്പായത്തിന്റെ ബാക്ക് ഭാഗം ആരോ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടക്കുന്നു, അദ്ദേഹം കൂടെ നടക്കുന്നു. എന്തോ അദ്ദേഹം നിബിധങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ചെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ആരാണോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ചെറിയൊരു നേർത്ത നിലാവിന്റെ വെളിച്ചമേ ഉള്ളൂ. എന്റെ അരികത്തേക്ക് എത്തിയപ്പോഴും ആ മനുഷ്യൻ പോയി കളഞ്ഞു. അദ്ദേഹം ഞാൻ ഇങ്ങനെ കണ്ടില്ല. വളരെ സഹിഹായ പ്രബലമായ ഹദീസാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഞാൻ ചോദിച്ചു, നബിയെ ഞാൻ ഒരുപാട് തങ്ങൾ വന്നു. ആ പക്ഷികളുടെ ശബ്ദം പോയി. ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ ഇവിടെ കഴുകന്മാരുടെയും അതുപോലെ തന്നെ പരുന്തുകളുടെയും ശബ്ദം ഞാൻ ഒരുപാട് കേട്ടു നബിയെ. അസദിരി അബൂ ദർ നിങ്ങൾക്ക് അറിയുമോ അതെന്താണെന്ന്? ഇല്ല. ഉലൈക ജിൻ,
അവരുടെ വിഭാഗം ജിന്നുകളായിരുന്നു. അവർക്ക് ദീൻ പഠിക്കാൻ വേണ്ടി അവരിവിടെ വന്നു. ഞാൻ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. നബിയെ, ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാണെന്ന് വിചാരിച്ചു. ഈ ശബ്ദം കേട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അബൂദറെ, നിങ്ങളെങ്ങാനും ആ വരയുടെ അപ്പുറത്തേക്ക് ചവിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് മരണം സംഭവിക്കുമായിരുന്നു. നബിയെ, ഞാൻ അതുകൊണ്ട് തന്നെ നൽകില്ല നബിയെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അവിടെ തന്നെ നിന്നു. അവർ ജിന്നുകളായിരുന്നു. തങ്ങളുടെ കൂടെ ഉപ്പായത്തെ പിടിച്ചിട്ടാണ് ഉപ്പായത്തിനെ പിടിച്ച ഒരാളെ കണ്ടല്ലോ. ജിബ്രീൽ, നീ കണ്ടോ? അത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. അത് മാസാല ജിബ്രീൽ യുസ്വിനി ബിൽ ജാ ഹത്താ വറൻതു അന്നഹു സയ്യുബരിഹു. എന്റെ പിന്നാലെ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ അയൽപക്കക്കാരുടെ കാര്യം, അയൽവാസിയുടെ വിഷയം, അയൽപക്കക്കാരന്റെ കടപ്പാടുകൾ, അവരോട് ചെയ്യേണ്ട നന്മയെക്കുറിച്ച് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം നിരന്തരം പറയുന്നു. പറഞ്ഞു ഞാൻ വിചാരിച്ചു, ഞാൻ മരിച്ചാൽ എന്റെ അനന്തര സ്വത്തിൽ എന്റെ മക്കൾക്ക് അവകാശമുണ്ടാകുന്ന പോലെ ഒരു മനുഷ്യൻ, അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർക്ക് സ്വത്ത് അനന്തരമെടുക്കപ്പെടുകയില്ലെന്നാണ്. പക്ഷേ ഏതൊരാളുടെയും മരിച്ചാലുള്ള മക്കൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശമുള്ള പോലെ അയൽവാസിക്കും അവകാശമുണ്ടോ എന്ന് ഞാൻ പേടിച്ചുപോയി, എന്ന് ഞാൻ ചിന്തിച്ചുപോയി. അത്രക്ക് അയൽപക്കത്തിന്റെ ബന്ധം എന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു തരികയായിരുന്നു. ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു എന്ന് റസൂലുള്ളാഹി അത്രയും ഗൗരവമുള്ള ഒരു ഹദീസ്. അതത്രയും വലിയ സാഹചര്യത്തിൽ നിങ്ങൾ പറയാൻ. അതുകൊണ്ട് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ വിള്ളലുകളും വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട സമയമാണത്. ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹ് ഖൈറുഹും ലിസ്വാഹിബി ഖൈറുൽ ജിറാനി ഇൻദല്ലാഹ് ഖൈറുഹും ലിജാരിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല കൂട്ടുകാരോട് നന്മ ചെയ്യുന്നവരാണ്. ഏറ്റവും നല്ല അയൽവാസിയോട് നന്മ ചെയ്യുന്നവരാണ്. ഇതിനെ സംബന്ധിച്ച് മഹാന്മാരുടെ ഒരുപാട് വാക്കുകളുണ്ട്. മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അയൽപക്ക ബന്ധങ്ങളിൽ അവർക്ക് ഉപകാരം ചെയ്യൽ മാത്രമല്ല അയൽപക്ക ബന്ധത്തിന്റെ കടപ്പാട്, അവരിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവങ്ങൾ സഹിക്കലാണ്. ഇതിപ്പോ ഒരു ഷോപ്പുകാരൻ അടുത്ത ഷോപ്പുകാരന്റെ വക ഉണ്ടാവും, ഒരു വീട്ടുകാർക്ക് അടുത്ത വീട്ടുകാരുടെ വക ഉണ്ടാവും, ഒരു അടുത്ത് പാർക്ക് ചെയ്യുന്ന വാഹനം അടുത്ത വാഹനത്തിന് അടിച്ചിട്ട് സ്ക്രാച്ച് വരുത്തിയിട്ടുണ്ടാവും. അയൽപക്കങ്ങളിൽ വിള്ളലുകളും വിഷമങ്ങളും സ്വാഭാവികമാണ്. അത് സഹിക്കലാണ് ഏറ്റവും നല്ല അയൽവാസി. ഉപകാരം ചെയ്തു വെക്കൽ മാത്രമല്ല, ആ അയൽവാസിയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം കൂടെ സഹിക്കലാണ്. അതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്രത്തോളം നമ്മുടെ നാടുകളിൽ പ്രായോഗികമായ ആളുകൾ ചെയ്യുന്നുണ്ട് എന്നോട് ഒരു സഹാബി വന്ന് പറഞ്ഞു, നബിയെ, എന്റെ അയൽവാസി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, നീ പോയി പോയിക്കോ, ക്ഷമിക്കുക. വീണ്ടും വന്ന നബിയെ അയൽവാസി നിൽക്കാൻ പറ്റുന്നില്ല, ഉപദ്രവിക്കുക, വിഷമിപ്പിക്കുക, ഓ ക്ഷമിക്കുക. മൂന്നാമത് വന്നു തങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, വീട്ടിലെ മുഴുവൻ സാധനം എടുത്തിട്ട് റോട്ടിൽ തൊട്ടുമുള്ള റോഡാണ്, വഴിയാണ്, എല്ലാം നിന്റെ കട്ടിലും കുടുക്കയും പാത്രവും എല്ലായിടത്തിലും വഴിയിലേക്ക് വെക്കുക. അങ്ങനെ ചെയ്യുന്നു. അദ്ദേഹം എല്ലായിടത്ത് താഴെ ഓരോരുത്തർ പോകാൻ തുടങ്ങി. എന്റെ വീട്ടിൽ സ്ഥലല്ലേ, അയൽവാസികളുണ്ട്, പാർക്കാൻ ബുദ്ധിമുട്ടാണ്. പോലെ ക്ഷമിക്കണേ. അയൽവാസികൾ ഉപദ്രവം കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ ഒരു മാർഗം ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. പടച്ചവനെ അവനെ ക്ഷമിക്കണേ. അറബികളാണെങ്കിൽ പറയുകയും ചെയ്യും വളരെ കൂളായിട്ട്. കാരണം ഇങ്ങനെ ഉപദ്രവം ചെയ്യുമ്പോൾ ലഅനത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഈ വീട്ടുകാരൻ പടച്ചവനെ പോകുന്ന മനുഷ്യന്മാരെ മുഴുവൻ ഇതിനെ ശക്തിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ജാസിദ് പറഞ്ഞതിന്റെ കയറി കടന്നോളും, ഇനി ഞാൻ ഉപദ്രവിക്കില്ല, ഇനി ഞാനത് ചെയ്യില്ല, ഇനി ഞാൻ ഉപദ്രവിക്കില്ല. ലഅനത്ത് പേടിച്ചിട്ട് അദ്ദേഹം എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഇനി തന്നെ ആളുകൾ ശപിക്കുന്നൊരവസ്ഥ വരരുത് എന്നതിന്റെ ഇനി ഒന്നും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്ന നരികത്തൊന്നും ഉണ്ടാവില്ല എന്ന് തന്റെ അയൽവാസിക്ക് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ചരിത്രമാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു, ഒരുപാട് അയൽവാസികളുടെ ഉപ്പാനെ പിടിച്ചിട്ടുണ്ടാവെ, അദ്ദേഹത്തെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അയൽവാസികളുടെ വിഷയത്തിൽ റബ്ബിനോട് പരാതി ഉന്നയിക്കുന്ന റസൂലുള്ളാഹി അള്ളാഹുവേ, ഈ മനുഷ്യൻ അവന്റെ വാതിൽ
എന്റെ മുമ്പിൽ കൊത്തിയടച്ചുറപ്പേ. നമ്മൾ വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ അയൽപക്കത്താർക്കൊന്ന് വന്ന് വിളിച്ചാലോ കൂവിയാലോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അടച്ചുറപ്പാക്കുന്ന വിഷയത്തിൽ തന്നെ അയൽപക്ക ബന്ധങ്ങളെ നമ്മൾ കൊത്തിയടക്കുകയാണ്. മനുഷ്യന്മാർ പറയുന്ന അള്ളാഹുവേ അവനെന്റെ വാതിൽ അടച്ചുറപ്പേ, ഗേറ്റടച്ചു, വലിയ ഗേറ്റ് വെച്ച് അടച്ചു കൂട്ടിയിരുന്നു റബ്ബേ. ഒരു വിഷയം വന്നപ്പോൾ ഓടിയുള്ള വീട്ടിൽ പനഡോളുണ്ടോ, കുട്ടിക്ക് ഒരു പാരസെറ്റമോൾ കൊടുക്കാനുണ്ടോ, ഒരു അഡോളുണ്ടോ എന്ന് ചോദിക്കാൻ പോലും കടക്കാൻ പറ്റണ്ടേ എന്ന് ഒരു അയൽവാസി നാം അള്ളാഹുവിനോട് പരാതി പറയുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. അവന്റെ നന്മ എനിക്ക് തരാതെ റബ്ബേ, അടുക്കാൻ പറ്റാത്ത വിധം അവന്റെ വാതിലുകൾ ഇരിക്കത്തിൽ കുട്ടിയടച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മതിൽക്കെട്ടുകളും ഇന്നത്തെ വലിയ വലിയ വാതിലുകളും ഒക്കെ ആയിരിക്കണം അതിന്റെ ഉദ്ദേശം ഒന്നാണ്. ഒരു അയൽവാസിയെ സഹായിക്കാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പരാതി പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആയുണ്ട്, പ്രവാസികൾക്ക് വേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി السوء في دار المقامة فإن جار البادية يتحول. അല്ലാഹുവേ, ഞാൻ സ്ഥിരം താമസിക്കാൻ പോകുന്ന സ്ഥലം അവിടെ ഒരു നല്ല അയൽവാസിയെ തരണം, മോശപ്പെട്ട അയൽവാസിയെ തരരുതേ പടച്ചവരെ. നമ്മൾ ഒരു യാത്രയിലാണ്, ഹോട്ടലിൽ താമസിച്ചു, ആ അയൽവാസി അവിടെ വിഷയമില്ല. കാരണം നമ്മൾ മലയോരങ്ങളിലൂടെ കടന്നു പോകുമ്പോ അവിടെ വരുന്ന അയൽവാസികൾ അത് ഒരു ദിവസം താമസിച്ചു, പിന്നെ കടന്നുപോയി. അന്നത്തെ യാത്രയുടെ ഭാഗമാണ് ദ്വാദിയ. വഴിയോരങ്ങളിൽ, മലകളിൽ, താഴ്വരകളിൽ താമസിക്കും. അവിടെ തൊട്ടടുത്ത ടെന്റിൽ വേറെ യാത്രക്കാരാ. ഇന്നത്തെ ഹോട്ടൽ സംവിധാനങ്ങൾ അടുത്ത റൂമിൽ വേറെ ആരോമാണ്, അത് പ്രശ്നമില്ല. അവരൊന്ന് നീങ്ങി പോവുമല്ലോ, സ്ഥിരമല്ലോ. സ്ഥിരം താമസിക്കുന്ന സ്ഥലത്ത് അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി السوء في دار المقامة. യഖാമ അടിക്കുന്നല്ലേ നമ്മൾ പറയാ, യഖാമ അടിക്കുന്നല്ലേ പറയാ അല്ലേ? ദാറുൽ മുഖാമ, നമ്മൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലം. അവിടെ ഒരു നല്ല അയൽവാസി കിട്ടണമെന്ന്. അപ്പൊ റൂമും ഫ്ലാറ്റും വീട്ടിലൊക്കെ തുടങ്ങണ കൂട്ടത്തില് ഈ ദുആ കൂട്ടത്തിൽ ആരൊക്കെ പ്രശ്നം വിലക്കുറവും റെന്റിന്റെ കുറവും മാത്രം പോലെ അതിന്റെ കൂട്ടത്തിൽ എന്ത് കാണണം? അയൽവാസി, നല്ല അയൽവാസിയെ കൂടെ ആക്കിത്തരണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി السوء في دار المقامة. യഹാമയുടെ നാളിൽ സ്ഥിരം താമസിക്കാൻ വരുന്ന ഒരു നാട്ടിലെ മോശപ്പെട്ട അയൽവാസിയെ തരരുതേ. കാരണം ആ അയൽവാസിയെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും, പ്രയാസം ഉണ്ടായിക്കളയും, നമ്മുടെ ഒരുപാട് ഇബാദത്തുകൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം നമുക്ക് പരിഹരിക്കാൻ തൗഫീഖ് റഹ്മാൻ നമുക്ക് തരട്ടെ. രണ്ട് വിഷയം കൂടെ പറയാൻ. ഒന്ന്, നമ്മുടെ പശ്ചാത്താപത്തിന്റെ സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത തെറ്റുകൾ ചെയ്തിട്ടില്ലാത്ത പോലെ കണക്കാക്കും എന്ന് പറയുന്ന വിഷയമാണ് തൗബ. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നത്, അൽ അജബു ഫീമൻ ഹലക വമഅഹു ദവാഉ. നശിച്ചു പോയവരൊക്കെ നശിച്ചു, പക്ഷേ കയ്യിൽ മരുന്നുണ്ടായിട്ടാണല്ലോ പടച്ചവരെ നശിച്ചത്. ഇതോർത്തിട്ടാണ് എന്റെ അത്ഭുതം എന്ന് പറയുമ്പോൾ അടിയാരെ ഞങ്ങൾ എന്തായി പറയുന്നത്? തെറ്റ് ചെയ്ത ആളുകൾ, പാപം ചെയ്ത ആളുകൾ നശിച്ചു പോകുന്നു. മരുന്ന് കയ്യിലുണ്ടല്ലോ. എന്ത് മരുന്ന്? തൗബ ചെയ്തിട്ടും അല്ലാഹുവിനോട് പാപമോചനം ചോദിച്ചിട്ടും ചെയ്ത തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വകുപ്പുണ്ടായിരുന്നല്ലോ. അത് ചെയ്യാതെയാണല്ലോ ഇവർ മരിച്ചു പോകുന്നത്. അതോർത്തിട്ടാണ് എന്റെ അത്ഭുതം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് റമദാൻ കഫാറത്തുൽ ലിദ്ദുനൂബ്, നമ്മുടെ പാപങ്ങൾ നാം പുറത്തു തരണം. തെറ്റ് ചെയ്യാത്തവരെ പോലെയാണ് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് തങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. സ്വഹാബിമാർ എഴുതി നോക്കി, 100 കഴിഞ്ഞു പോയിട്ടുണ്ട്, 100 ഏറെ എന്തായാലും ചൊല്ലിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിരുന്നുവെന്ന് സ്വഹാബിമാരെ സംബന്ധിച്ച് പറഞ്ഞു. അതിന്റെ അർത്ഥമെന്താണ്? റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ വതുബ് അലയ്യ, എന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയാണ്. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ തെറ്റ് ചെയ്തവർ പാപമോചനം ചോദിച്ചു, നീ പുറത്തു കൊടുക്കും. അവരെന്നെ വീണ്ടും തെറ്റ് ചെയ്തു, വീണ്ടും പാപമോചനം ചോദിച്ചു, നീ എന്നാലും പുറത്തു കൊടുക്കും. അവരെ വീണ്ടും തെറ്റ് ചെയ്തു, പിന്നെയും പാപമോചനം ചോദിച്ചു, നീ എന്നാലും പുറത്തു കൊടുക്കും. അല്ലാഹു ഇങ്ങനെ നിരന്തരം പുറത്തു കൊടുക്കുന്നവനെ യാ തവ്വാബ്,
അതാണ് അള്ളാഹുവിന്റെ പേര്. പുരുഷന്മാരങ്ങനെ എത്ര ഓർഡറില്ല അല്ലെ. ഒരു ചെയ്തു വാണിംഗ് ലെറ്റർ, അടുത്തത് ചെയ്തു ഡിസിപ്ലിനറി ഹിയറിംഗ്, അടുത്തത് ചെയ്തു സസ്പെൻഷൻ, അടുത്തത് ഡിസ്മിസൽ കഴിഞ്ഞു. പിന്നെ ഒരു ജോലികളോട് നിർത്തൂല്ല. കാരണം ഗുഡ് കണ്ടന്റ് സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ. പുരുഷന്മാരങ്ങനെ പുറത്തിരില്ല. പുരുഷന്മാർ ഈ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ പുരുഷന്മാർ കാരുണ്യമില്ലാതെയായി മാറുക എന്ന രീതിയിലേക്ക് അത് മാറിപ്പോകുന്നുണ്ട്. അള്ളാഹു അങ്ങനെയല്ല എന്ന് ചോദിച്ചാൽ പൊട്ടു തരും. ചോദിക്കുന്തോറും അവൻ മാപ്പ് ചെയ്തു തരും. അള്ളാഹുവിന് നമുക്ക് മാപ്പ് തരണേ എന്ന് നിങ്ങളാണ് പാപമോചനം ചോദിച്ചത്. പറയാണ് എല്ലാ രാവുകളെയും വിശുദ്ധമായ റമദാനിന്റെ രാവുകളിലടക്കം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ജലാലിയോടുകൂടെ അല്ലാഹു ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അല്ലാഹുവിനോട് യോജിക്കുന്നവരെയാണ്. നമ്മളൊരു മനുഷ്യനിറങ്ങി വരുന്ന പോലെ എന്നും അല്ലാഹുവിനെ കുറിച്ച് ഒരിക്കലും ഒരു വസ്തുവിനോടും താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ പാടില്ല. രാത്രി സമയങ്ങളിൽ ഏത് രാജ്യക്കാർക്കെപ്പോൾ രാമാണോ ആ സമയം അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങി വരുന്നു. ഓരോരോ രാജ്യങ്ങളിലും നിരന്തരം രാവും പകലുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ വീടുന്നതല്ല, രാത്രി പകുതിയാകുന്ന ഘട്ടങ്ങളിലൂടെ അല്ലാഹുവിന്റെ പരമമായ കാരുണ്യം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അല്ലാഹു പറയുന്നു, എന്നെക്കാളും നിങ്ങൾക്ക് ഔദാര്യം തരുന്നവൻ ആരാണ്? ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ അവർക്കൊന്നും മറ്റരുതേ എന്ന് ഞാൻ അവർക്ക് കാവൽ നിൽക്കുകയാണ്. അവരവിടെ തെറ്റ് ചെയ്തവരാണ്. കിടക്കുന്ന കിടപ്പുകളുടെ ബെഡുകളിൽ ബ്ലാങ്കറ്റുകൾ മൂടിപ്പുതച്ച് എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളിൽ അത് ഉറന്നു നിൽക്കണ്ടോ? തെറ്റ് ചെയ്യാത്ത പോലെ അത് തെറ്റ് ചെയ്തു എനിക്കറിയാം. നേരെ കൊടുക്കുന്നവരെ അവരെ ഞാനിവിടെ സംരക്ഷിക്കുന്നത് ഒരു ഫയറോ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴലോ ഒരു എന്തെങ്കിലും ഒരു എർത്ത്ക്വേക്കോ ഒന്നും സംഭവിക്കാതെ അവരെ കാക്കുന്നില്ലയോ? തെറ്റ് ചെയ്ത ആളുകൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ലേ, ജോലി കൊടുക്കുന്നില്ലേ, സൗകര്യം കൊടുക്കുന്നില്ലേ? തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ എന്റെ അവതാരം നൽകുന്നുണ്ടല്ലോ. എന്നെ വിളിച്ചിട്ട് ഉത്തരം കൊടുക്കാതെ ആരെങ്കിലും ഉണ്ടോ? എന്നോട് ചോദിച്ചിട്ട് ഞാൻ ആരെങ്കിലും കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ആരാണ് എന്റെ വാതിൽ വന്നിട്ട് ഞാൻ തട്ടി ഓടിച്ചത്? ആരെയാണ്? അനൽ ഫദ്ൽ വമിന്നിൽ ഫദ്ൽ അനൽ ജവാദ് വമിന്നിൽ ജൂദ് അനൽ കരീം വമിന്നിൽ കറം എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നത് മഹാനായ ഹുദൈബിൻ അലിയാഹു റളിയല്ലാഹു. ഞാനല്ലേ നിങ്ങൾ എങ്ങനെയായി ഓടുന്നത്? തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റ് ചെയ്തവരുടെ മുഖം കാണിക്കാൻ പോലെ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ ഓടി രക്ഷപ്പെടും. പിന്നെ എസ്കേപ്പ് ആവും, അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ആവും, നമ്മളവിടെ നിന്ന് പിന്നെ പോകണ്ട, ഉപയോഗിക്കൂല, ബന്ധങ്ങളെല്ലാം വെട്ടിമുറിക്കും. അള്ളാഹുവിനെ നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ഈ ബോൾ അവരെടുത്തതല്ലേ, അവരെന്നെ പറഞ്ഞു വിട്ടത്, അവരെടുത്തേക്ക് പോകണ്ടേ. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നു. ആ തെറ്റുകൾക്ക് അള്ളാഹു കൊടുത്തു തരും. അള്ളാഹുവിനെ പറഞ്ഞ ഒരു മനോഹരമായ വാക്ക് ഈ റമദാനിൽ നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടി മാറ്റി കൊടുക്കുകയാണ്. കാരണം മഹാനോട് നിങ്ങൾ തോപ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ അടുത്തേക്ക് പോയിരിക്കണം. അവരുടെ മനസ്സ് ലോകമായ മനസ്സാണ്. ചെറുപ്പത്തിലേ ഇങ്ങനെ വരികയാണ്. ഞാൻ വളരെ മുന്തിയ ആളാണല്ലോ എന്ന് വിചാരിക്കുന്നവരാണ്. ഞാൻ എല്ലാ വ്യക്തികളും എല്ലാ സ്വലാത്തിന്റെ മജലിസിലും എല്ലാ വേളയിലും എല്ലാ നന്മക്കും ഞാൻ മുമ്പിലുണ്ടല്ലോ. ഈ കാര്യമായ കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് പുറത്തോട്ടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വളരെ ഡേഞ്ചറാണ്. കുറെ കള്ളുകുടിയും കുറെ തോന്നിവാസം ഒക്കെ ചെയ്ത് ജീവിച്ച ആളുകളാണ് പിന്നീട് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരവ് അവരുടെ ഹൃദയം വളരെ ലോലമായിരിക്കും. ശരിക്കും ആലോചിച്ചു, വളരെ ജന്മകളിലായി ജീവിച്ച ആളുകൾ തിരിച്ചു വന്ന അനുഭവങ്ങളൊന്നും ആലോചിച്ചു നോക്കും. അവരുടെ മനസ്സ് ഒരു കുട്ടികളുടെ മനസ്സ് പോലെ. ആ ഒരു നയങ്ങളിൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണം. റമദാനിലേക്ക് ഒരുപാട് റിട്ടേൺസ് വരും, ഇതേപോലെ തിരിച്ചു നടക്കുന്ന അവസ്ഥ വരും. അവർക്കൊന്നും കൈകൊടുത്ത് സ്വീകരിച്ച് സമാധാനിപ്പിച്ച് കെട്ടിപ്പിടിച്ച് അവർക്കൊരു സമാധാനം കൊടുത്ത് വിഷമിക്കേണ്ട അല്ലാഹു പുറത്തു തരും. നമുക്ക് ദുആ ചെയ്യണം. എളിമിന്റെ മജ്‌ലിസുകൾ വരെ നമുക്ക് ദുആ ചെയ്യാം. ആ ആളുകളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു നന്മ
സാധാരണഗതിയിൽ കാര്യമായ കുറ്റങ്ങളൊന്നും ചെയ്യാതെ ജീവിച്ച ആളുകളുടെ കൽവ് കിട്ടാൻ പ്രയാസമാണ്. അറബ് അഭീതത്തിന് തിന്മയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകളുടെ കൽവ് വളരെ ഗൗരവമാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ കരയും. അവരോർക്കുമ്പോൾ, അവരുടെ തെറ്റോർക്കുമ്പോൾ അവർക്ക് വിഷമം വരും. അവരെപ്പോഴും പേടിക്കും. ആ ഒരു കൽവിന്റെ പ്രത്യേകത, അതാണ് മുമ്പിന്റെ മനസ്സ് അങ്ങനെയാണ്. അത് തെറ്റിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾക്കാണ് ധാരാളം കാണപ്പെടുന്നത്, അല്ലാത്തവർക്ക് ഇല്ലെന്നല്ല. പക്ഷേ താരതമ്യം കുറവായിരിക്കും. കാരണം എനിക്ക് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുക. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുരുതരമായ തെറ്റുകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് എന്ന് പറഞ്ഞതിൽ മഹാനവർ 4 വിഷയം എണ്ണി പറഞ്ഞു. അതിലൊന്ന് ഖുനൂതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല എന്ന് നിരാശപ്പെടലാണ്. അല്ലാഹു തആല അവന്റെ ഭാഗത്തു നിന്നും അല്ലാഹു നമുക്ക് തൗബ കബൂൽ ചെയ്യുമ്പോൾ അല്ലാഹു പാപം പുറത്തു തരട്ടെ. തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കണം എന്ന് തൗബ ചെയ്ത് വരുന്നവരെ അവമാനം ഒരുപാട് കാണും. അങ്ങനെ കുട്ടികളായിട്ട് നടക്കുന്നവരെ മുഴുവൻ നമ്മൾ പോക്കാണ്, അവരുടെ കാര്യം പോക്കാണെന്ന് പറഞ്ഞേക്കരുത്. അതിന് വലിയൊരു ഉദാഹരണമാണ് അബ്ദുല്ലാഹി മുബാറക്കയുടെ വാപ്പ. സത്യസന്ധനായ ആ ഒരു മുബാറക്കയുടെ ചരിത്രം മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മുന്തിരി പോലും തോട്ടത്തിൽ നിന്ന് എടുക്കാതെ അവരുടെ മകൻ കണ്ടുപിടിച്ചാണ് മ്യൂസിക് ആയിരുന്നു സ്ഥിരപ്പാട്. അദ്ദേഹം വീണക്കമ്പികൾ, വാദ്യോപകരണങ്ങൾ കയ്യിൽ വെക്കാതെ നടന്ന സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് യൗവനത്തിൽ ഒരുപാട് വർഷം കഴിഞ്ഞു പോയത്. അങ്ങനെയാണ് പലരും പറഞ്ഞിട്ടുണ്ടാവണം, അല്ലേ, മുബാറക്കെന്ന് നല്ലൊരു മനുഷ്യനുണ്ടായ മോന്റെ പോലെ കണ്ടില്ലേ എന്ന് പറയില്ലേ. ചില മൂല്യന്മാരെ മക്കള് അങ്ങനെയൊക്കെ തലതിരിഞ്ഞു പോയ കേസോടൊക്കെ പലരും വരാറുണ്ട്. പറയില്ല എന്താ അവസ്ഥ നോക്കണം, വലിയ മൂല്യരാണ് മക്കളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ. എന്നാലും ഒരു തിരിച്ചുവരവുണ്ടാവും. അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെ ബാപ്പ മുബാറക് എന്നവര് സത്യസന്ധനായ ഒരു മനുഷ്യൻ. ജീവിതത്തിൽ ഒരാളുടെ പോലും ഒരു ചെറിയ പിരിച്ച പോലും അനുവാദമില്ലാതെ തൊഴില്ല എന്ന് പറഞ്ഞ് ജോലി ചെയ്ത ഒരു തൊഴിലാളിയായിരുന്ന മഹാൻ. പിന്നീട് കല്യാണം കഴിച്ചു, മുതലാളി തന്നെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ ഒരു മുന്തിരിത്തോപ്പിന്റെ ചരിത്രം നിങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, മഹാനോട് ചോദിച്ചു, എവിടെ നിന്ന് നിങ്ങൾ നന്നായതെന്ന് ചോദിച്ചു. കൈപ്പക്കാരൻ എവിടെ നിന്ന് നന്നായത്? അബ്ദുല്ലാഹി മുബാറക് എന്നവരെ നിങ്ങളുടെ നന്മയുടെ തുടക്കം എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയി. പാർക്കിൽ പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകില്ല. മലയാളികളൊന്നും കൊണ്ടുപോകാറില്ലേ ഭക്ഷണം കാര്യമായിട്ട്. പാർക്കുകളിൽ ഇരിക്കാറില്ല. ആ സമയത്ത് വിശന്നാക്കാൻ പറ്റുമെന്ന് പാർക്കിൽ കുറേ ഭക്ഷണം കൊണ്ടിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവസാനം തിരിഞ്ഞു പോകുന്നവരുണ്ട്. അങ്ങനെ ഈ ഭക്ഷണം കൊണ്ടുള്ള സ്നേഹം ഇതൊക്കെ ഉണ്ടാവാൻ അവസാനം എന്തെങ്കിലും പറഞ്ഞിട്ടാകുന്ന ആഹാരങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാവണ്ട. അദ്ദേഹം പറയാം, ഞാനൊരു തോട്ടത്തിൽ ഞങ്ങളൊരു പാർക്കിൽ കൂട്ടുകാരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചതിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവർ സ്വന്തം ബയോഗ്രഫി പറയാൻ ഞങ്ങൾ കൂടെ പോയിരിക്കുകയാണ്. ചണ്ടയും വാദ്യമേളവും മ്യൂസിക്കും എന്റെ ഹരമായിരുന്നു. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട ആളാണ്. മ്യൂസിക്കോ പാടില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടികൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിരന്തരം വീണ്ടും വീണ്ടും ചെയ്യുന്നവരുണ്ടാകും. ആ മനസ്സിലേക്ക് അതൊരു കയറിയിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ സമയത്ത് ചില ആളുകൾ മനസ്സിലായത് സമയവും അപ്പം ഡിലേ ആയിരിക്കും. ഇദ്ദേഹം അബ്ദുല്ലാഹി മുബാറക് എന്നവർ വലിയ മഹാനായ വലിയ മഹാൻ. അബ്ദുല്ലാഹി മുബാറക് എന്നവർ ആരാണെന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രഗത്ഭരായ ഇമാമിയങ്ങളിൽ തസവ്വുഫിന്റെ ആലിമീൻ അറിയപ്പെടുന്ന ആളാണ്. ഏറ്റവും വലിയ ഫിലോസഫറും തിയോളജിയും ഇസ്ലാം അബ്ദുല്ലാഹി മുബാറക് എന്നവർ വലിയ സ്ഥാനമാണ്. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. ഹസൻ ബസരി തങ്ങളെ, ഇബ്രാഹിം അദ്ഹം തങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? മാലിക് ബിൻ ദീനാർ തങ്ങളുടെ കാറ്റഗറി അങ്ങോട്ടെത്തിയ മഹാനാണ് അബ്ദുല്ലാഹി മുബാറക്. വലിയ മഹാൻ, വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാൻ. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരുകൾ നമ്മുടെ സ്ഥാനപ്പേരുകളുണ്ടാവില്ല. അന്ന് അങ്ങനെ പറയാത്തത് കൊണ്ട് എണ്ണപ്പെട്ട ആളുകൾക്ക് അങ്ങനെ പറയുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസ്വാരി എണ്ണപ്പെട്ട ആളുകൾക്ക് പറയും. ഒരുപാട് മഹാന്മാരുണ്ട് ആ കൂട്ടത്തിൽ. അവർക്കൊന്നും സ്ഥാനപ്പേര് കൊടുക്കുക. അബ്ദുല്ലാഹി മുബാറക് എന്ന് പറയാൻ, ഞാൻ അങ്ങനെ ഇരുന്നു. എനിക്ക് ഈ വാദ്യമേളകൾ, ഈ ചണ്ടയിൽ മുട്ടുന്ന ശബ്ദം അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി
രാത്രിയുടെ ആ ഒരു നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങി. വീണക്കമ്പി എന്റെ കയ്യിലുണ്ട്, ഞാൻ എന്റെ കയ്യിൽ വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഒരുതരം ഹീറോയിസത്തിന്റെ ഭാഗമാണ്. സിനിമയിലെ നായകൻ അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയങ്ങൾ മ്യൂസിക് എവിടെയെങ്കിലും കടത്തിക്കൊണ്ടുവരുന്ന ഒരു കഴിവ്, സ്കിൽ, മ്യൂസിക് സ്കില്ലുണ്ട് എന്ന് വരുത്തുന്നത് ഒരുതരം ആഠ്യത്തിന്റെ ഭാഗമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കലാകാരന്മാർ. അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വിചിത്രമായ സംഭവമാണ്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെയാണ് കാണേണ്ടത്. ഞാനങ്ങനെ ആ രാത്രി എന്റെ കയ്യിൽ വീണക്കമ്പിയുണ്ട്, ഞാൻ അതിൽ വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാത്രിയിൽ ഒരു പക്ഷി ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് എന്തോ ചിരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് എനിക്ക് തിരിയുന്ന എന്തോ സംഭവമാണല്ലോ. കാരണം സംസാരിക്കുന്നതാണ് നടക്കുന്നത്. ഞാൻ ആ സമയത്ത് ഞാൻ വായിക്കുന്നു, കൂടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, ചിരിയും കളിയും തമാശയുമായി മദ്യപിച്ചിരിക്കുന്ന ഒരു സമയമാണത്. ആ നേരത്തെ ഒരു പക്ഷിയുടെ പോയി ഒരു പക്ഷിയാണ് എന്നോട് പറഞ്ഞത് ആയത്താണ്. ആ പക്ഷി വിസ്മയില്ല, ആയത്തോതി വെച്ചു. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനില്ലദീന ആമനൂ, ഈമാനുള്ള ആളുകൾക്ക് സമയമായില്ലയോ? അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് നേരമായില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മത്തിൽ ഹൃദയങ്ങളിൽ പേടി വരാൻ ഇനിയും നേരമായില്ലേ? കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബലാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലാണ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിന് പേടി വരാൻ ഇനിയും നേരമായില്ലേ? നോട്ടാൻ പോകുന്നത് സമയമായില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഒരു പക്ഷിയിൽ നിന്ന് കിട്ടിയതാണ്, ഒരു പക്ഷി കൊടുത്തതാണ്. അല്ലാഹുവിന്റെ ആളുകൾ തർബീത്ത് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഞാൻ അവിടെ നിന്ന് എന്റെ വീടക്കമ്പി പൊട്ടിച്ചു. ആദ്യം ഞാൻ എന്റെ മ്യൂസിക്കിന്റെ പരിപാടി നടത്തി വെച്ചു. മ്യൂസിക്കും ഖുർആനും ഒപ്പം നടക്കൂല. രണ്ടാമത് ഞാൻ നൽകുന്നുണ്ടാവും. മ്യൂസിക്കിനോട് ഇഷ്ടമാണോ അവർക്ക് ഖുർആൻ ഓതാൻ തോന്നിയിട്ടുണ്ടാവില്ല. ഖുർആൻ ഇഷ്ടമായിട്ട് ഓതില്ല, ഓതാൻ നേരെ കിട്ടൂല. രണ്ടും കൂടെ ഒരുമിച്ച് പോകില്ല, രണ്ടാമതൊന്നേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാൻ, അത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം നന്മയാണെന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് സ്വീകരിക്കണം. ഈ റമദാനിലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു മാറ്റം, ഒരു ടേസ്റ്റ് ഒന്ന് മാറിപ്പിടിക്കാൻ കഴിയണം. ഖുർആനിന്റെ ഒരു മാധുര്യം അറിയാൻ കഴിയും. നൽകട്ടെ. അവിടെ നിന്നാണ് ഞാനത് തുടങ്ങിയത് എന്ന് മഹാനായ അറാബിയുടെ ഒരു സംഭവം മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു അറാബി ചൊല്ലുന്ന വാക്കിലേക്ക് നമ്മൾ തൗബയുടെ സദസ്സെന്നോ ദിക്റിന്റെ സദസ്സെന്നോ പറയുമ്പോൾ നിരന്തരം നമ്മൾ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലെങ്കിൽ മറ്റു ദിക്റുകൾ, ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ കൂലിയും അതിന്റെ ഫലവും കൂടുതലായിരിക്കും. അറാബി ചൊല്ലുന്നത് കേട്ടു, അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുന്ന റബ്ബേ, ഞാൻ നിന്നോട് തൗബ ചെയ്തു മടങ്ങുന്ന റബ്ബേ. നിരന്തരമായ മഹാനായ അലി എന്ന് ചോദിച്ചു, യാ ഹാദാ അറാബി ഇന്ന സുറഅത്തൽ ലിസാനി ബിത്തൗബതി തൗബത്തുൽ കദ്ദാബീൻ. നാവ് കൊണ്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തൗബയുടെ വാക്കുകൾ ഇത് നുണ പറയുന്നവരുടെ തൗബയാണ്, ഇത് സത്യസന്ധമായ തൗബയല്ല. അല്ലാഹുമ്മ ഇന്നി തുബ്തു ഇലൈക അസ്തഗ്ഫിറുല്ലാഹ്, അതിന്റെ ആശയം അസ്തഗ്ഫിറുല്ലാഹ്, അത് മനസ്സിലറിഞ്ഞ് പറയാൻ നേരം കിട്ടാതെ നമ്മൾ ധൃതി പിടിച്ചു ചൊല്ലുമ്പോൾ ഇസ്തിഗ്ഫാറിന്റെ സമയത്ത് പ്രത്യേകിച്ചു മറ്റു ദിക്റുകളെ പോലെ ഇസ്തിഗ്ഫാർ മനസ്സുകൊണ്ട് മനസ്സാന്നിധ്യം കൊണ്ട് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. അപ്പോഴാണ് നമ്മൾ തൗബയാകുക. അറബി നിങ്ങൾ ചെയ്യുന്ന ഈ തൗബത്തെ കള്ളത്തരമാണ്, ഇത് ശരിയായ തൗബയല്ല. ആര് പറഞ്ഞു? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അപ്പോഴാണ് അറബി ചോദിച്ചത്, ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? വേറെന്താ തൗബ എന്ന് പറഞ്ഞാൽ 6 വിഷയങ്ങൾ കൂടുമ്പോഴാണ്
ഉണ്ടാകുന്നത് കഴിഞ്ഞുപോയ തെറ്റുകളെ സംബന്ധിച്ച് സങ്കടം വരണം. ഒന്ന് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അലിതങ്ങൾ ആരാണ്? ഇൽമിന്റെ പട്ടണമുണ്ടെങ്കിൽ ആ ഇൽമിന്റെ പട്ടണത്തിലേക്കുള്ള ഗേറ്റുവേ അലിയാണ് റളിയല്ലാഹു അൻഹു ആണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിതങ്ങൾ തൗബ 6 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് കഴിഞ്ഞുപോയ തെറ്റിനെ കുറിച്ച് സങ്കടം വേണം. നഷ്ടപ്പെട്ടു പോയ 10 കാര്യങ്ങൾ മടക്കി നിസ്കരിച്ചേ പറ്റുള്ളൂ. നിസ്കാരം മടക്കണ്ടെന്ന് പല കൊണ്ടുപോയി വരുന്നുണ്ട്. നോമ്പ് നഷ്ടപ്പെട്ടാൽ മടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് വാദിക്കുകയും ചെയ്തേക്കാം. പക്ഷേ ഇമാമിങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞ വിഷയമാണ്. ആഫിലും ബാലിലും മുമയ്യസായ ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് പ്രായപൂർത്തിയായേണ്ടതിൽ നഷ്ടപ്പെട്ടു പോയ ഫർളായ നോമ്പും ഫർളായ നിസ്കാരവും നിർബന്ധമായി മടക്കിയേക്കും. അലിത കഥ പറഞ്ഞിട്ടുണ്ട്. അതാണ് തൗബ. കഴിഞ്ഞുപോയി അതൊന്നും മടക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തൗബ ചെയ്തു. അത് തൗബയല്ല, തൗബത്തുൽ കദ്ദാബീൻ. അത് നുണ പറയുന്ന തൗബയാണ്. മഹാനായ അലി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ത് ചെയ്യണം? ഫർളുകൾ നഷ്ടപ്പെട്ടത് മടക്കണം. മോഷ്ടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കണം. മോഷ്ടിച്ചെടുത്തത് തിരിച്ചു അടിച്ചു മാറ്റിയിട്ടുണ്ടാവേ തിരിച്ചു കൊടുക്കണം. പണ്ടത്തെ ഗൃഹാമിന്റെ പൈസ എടുത്തത് അല്ലെങ്കിൽ ആരിൽ നിന്നത് മോഷ്ടിച്ചോ അവരോട് കുറ്റം പിടിക്കണം. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുറ്റം പിടിക്കുക. മരിച്ചുപോയിട്ടുണ്ട്. ആ നമ്മൾ എത്രയാണോ സംഖ്യ കള്ളത്തരത്തിൽ കൈക്കലാക്കിയത് ആ സംഖ്യ മുഴുവനും സ്വതന്ത്ര ചെയ്യണം പാവപ്പെട്ടവർ. എന്നിട്ട് പറയാം, അല്ലാഹുവേ ഇതിന്റെ കൂലി ഞാനിനാർക്കും കൊടുക്കാതെ. നമുക്കൊരു കണ്ണ് കാണാനുള്ള മനുഷ്യനായിരുന്നു, കണക്കറിയാത്ത ആളായിരുന്നു. ഞാൻ വലിയ കണ്ണുണ്ടടി എന്നിട്ട് കള്ളക്കണക്കുണ്ടാക്കി അക്ഷമാക്കിയ കാശാണ് ഈ വാങ്ങുന്ന ബിസിനസ്സൊക്കെ. അല്ലാഹുവിന് ബന്ധപ്പെട്ട് തരണമെങ്കിൽ അവരുടെ പേരിൽ തോന്നുന്നത് എന്ത് ചെയ്യും? കുറച്ചവനെ എന്റേതല്ല. ആർക്ക് തിരിച്ചു കൊടുത്ത ആളെ കിട്ടാൻ ഇത് നോക്കൂല. ജീവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. റബ്ബേ 10,000 ദിർഹം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഞാൻ അല്ലാഹുവേ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം കൊടുക്കുകയാണ്. ഇതിന്റെ കൂലി എനിക്കല്ല, ആ മനുഷ്യന് കൊടുത്ത റബ്ബേ. ഖബറിലാണെങ്കിൽ ഖബറിൽ, ദുനിയാവിലാണെങ്കിൽ ദുനിയാവിൽ, ആഖിറത്തിലാണെങ്കിൽ ആഖിറത്തിൽ ഈ കൊടുക്കണേ കുറച്ചവനെ എന്ന് പറഞ്ഞ് അവരുടെ പേരിൽ സ്വന്തം ചെയ്തിരിക്കുക. നാലാമത്തേത് ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോകില്ല എന്ന് മനസ്സുകൾ ഉറപ്പിക്കണം. തെറ്റുകൾ നിരന്തരമായി ചെയ്തിരുന്ന പോലെ നന്മകൾ നിരന്തരമായി ചെയ്യണം. തൊഴിലുമാണെങ്കിൽ പിന്നെ അങ്ങനെ റിലാക്സ് ആയിട്ട് പോകണല്ല. ഒരുപാട് കാലം തെറ്റ് ചെയ്തില്ലേ, അതിനൊക്കെ പകരം ആശിഷ്ടമായ നന്മ ചെയ്യും. ആറാമത്തേത് തിന്മകളുടെ ടേസ്റ്റ് ഉണ്ടാകും, തെറ്റിന്റെ ടേസ്റ്റ്. അത് നിന്റെ ശരീരത്തെ അനുഭവിപ്പിച്ച പോലെ അനുസരണയുടെ കയ്പ് നിന്റെ ശരീരത്തെ അനുഭവിപ്പിക്കണം. ഇതൊക്കെ ചേരുമ്പോഴാണ് തൗബയാകുന്നത് എന്ന് അലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇതൊക്കെ പാഠമാക്കി തരട്ടെ. നല്ല ചിന്തകൾ, ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സമയത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. നമ്മൾ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ഏറെയായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് ഏറ്റവും നല്ല നന്മയുടെയും അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷിയായ മാസമാണ്. അതുകൊണ്ട് ഖുർആൻ ധാരാളമായി ഓതാനും പഠിക്കാനും ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകട്ടെ. അതിന് അല്ലാഹു റമദാൻ അവസരമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ബലിപെരുന്നാൾ കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങളൊക്കെ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ക്ലിയർ ആവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ കഴിഞ്ഞ് സെപ്റ്റംബറിലൂടെ ഖുർആൻ ക്ലാസ് ആരംഭിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ജ്യൂസും വെള്ളവും സന്ദർശകോട് നജുമാനും ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്ന മാഷാ അല്ലാഹ് ദുബൈയിൽ നിന്ന് വന്ന സുഹൃത്തുക്കളുടെ ഇവിടെ അൽഹംദുലില്ലാ എയർപോർട്ട് ജോലിയുടെ ഇവിടെ അൽഹംദുലില്ലാ ഒരുപാട് ദൂരങ്ങളെന്ന് വന്ന ഒരുപാട് സുഹൃത്തുക്കൾ അൽഹംദുലില്ലാ കാണാൻ കഴിയുന്നു. ഇതൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു അമലാക്കി മാറ്റിത്തരട്ടെ. ഇവിടെ ഫേസ്ബുക്കിലും ലൈവും മറ്റു മാർഗങ്ങളിലൊക്കെയായിട്ട് ഇവിടെ ക്ലാസ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടവർ അതിന് കാര്യങ്ങളൊക്കെ ചെയ്തവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ റെക്കോർഡിംഗ്
ദുആ വസിയത്ത് ഇവിടെ കാണുന്നുണ്ട്. ഒരു സഹോദരന്റെ പേഴ്സ് ബാക്കിയുള്ള കാർഡ് രണ്ടിൽ കൊണ്ട് അള്ളാഹുവെ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിച്ചു പോകണേ തമ്പുരാനെ. അസുഖത്തിലാണ് അള്ളാഹു നമ്മുടെ സൂറത്ത് യാസീനിന്റെയും സൂറത്ത് റഹ്മാൻ ഉൾപ്പെടെയുള്ള ക്ലാസുകളുടെ 16 GB USB ഇവിടെ ലഭ്യമാണ്. 30 ദിവസം കഴിച്ച് ഒരുപാട് വലിയ ലിസ്റ്റുകളുണ്ട്. എല്ലാം മൊത്തത്തിൽ ഒന്ന് കണ്ണൂർ ചെയ്തുകൊണ്ടുമായി പ്രവേശിക്കാൻ 1.5 വയസ്സുള്ള കുട്ടി ക്യാൻസറിന്റെ അസുഖത്തിൽ 2.5 വയസ്സുള്ള കുട്ടിക്ക് സംബന്ധമായ പ്രയാസം, 11 വയസ്സുള്ള കുട്ടികളുണ്ടായില്ല, മക്കളുണ്ടാവാൻ ഒരുപാട് പോയ ജോലി സംബന്ധമായ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകൾ കേസിൽപ്പെട്ട് കിടക്കുന്നത് മതാഗതാഗതത്തിന് വേണ്ടി ദേശത്തിന്റെ ചീത്ത കൂട്ടുകൾക്ക് മാറിക്കിടാൻ വേണ്ടി ഭാര്യയുടെ കൈവശം ശരീര സംബന്ധമായ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഗർഭിണികളായ സഹോദരിമാർ മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി, മക്കളുടെ വിജയത്തിന് വേണ്ടി, കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനൊക്കെ എല്ലാം സദസ്സിന്റെ പുണ്യം കൊണ്ടെല്ലാം ഉദ്ദേശങ്ങൾ സഫലമാക്കി തരട്ടെ. രോഗികൾക്ക് ശിക്ഷ നൽകട്ടെ. നമ്മുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലെ ചതിയിൽപ്പെട്ട പോലെ കടന്നു പ്രശ്നത്തിലാണ് അള്ളാഹു നമ്മുടെ ഈ സദസ്സ് ഇതിന് ഇത്തരം വിഷയത്തിന്റെ പ്രസംഗം നടത്തിയത് നിങ്ങളൊക്കെ അറിയിച്ചത് അവർക്കൊക്കെ അള്ളാഹു തക്കതായ ഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതൃ KMCC-യുടെ എല്ലാവർക്കും ഇൻവിറ്റേഷനാണോ? അല്ല, പുസ്തകമാണല്ല. അപ്പോ ഒരു സഹോദരി കുടുംബം മക്കളില്ലാത്ത വർഷത്തിലായിരുന്നു നമ്മുടെ ദാർഗയിലെ ആ ഒരു പഞ്ചസാരക്കാരുടെ ഈയത്താക്കാന്ന് പറഞ്ഞാൽ സർവസൃഷ്ടിയുള്ള കാലത്തെ മഹാനമുള്ള കാലത്തെ ഉള്ള ഒരു ചര്യയാണത്. 2 കേസുകളോട് പറഞ്ഞു റാഹത്തായിരുന്നു പറഞ്ഞു. ശേഷം ഇത് ചിൻസാണെന്നൊക്കെ പറഞ്ഞു. മക്കളെ പുറത്തുനിന്ന് അനുകരിക്കട്ടെ. ഒരുപാട് പ്രശ്നത്തിലാണ് നടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയാം. കുറച്ച് തമ്മിലാണ് നമ്മുടെ ഉദ്ദേശം സഫലമാക്കി തരട്ടെ. ചികിത്സ നമ്മളൊക്കെ പുറത്തു തരട്ടെ. മാപ്പ് തരട്ടെ. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك اللهم صل على سيدنا محمد هادينا ورسولنا ومرشدنا ومربينا ومزكينا. اللهم أنت الوسيلة والفضيلة وارزقنا في الدنيا زيارته وفي الآخرة شفاعته وارزقنا بيده شربة لا نظمأ بعدها أبدا. اللهم ارزقنا شفاعته في الآخرة. اللهم ارزقنا محبته ورفقته في الآخرة يا رب العالمين. اللهم اجعلنا من محبيه ومتبعي سنته يا رب العالمين. أرحم الراحمين يا رب. الله من الحبيب ورسول الله صلى الله عليه وسلم. الله നീ ജല്ല ജലാലു അല്ലാഹു നിന്റെ ദീന് എന്നോട് ഹിബ്ബും സ്നേഹവും നമ്മുടെ മനസ്സിൽ കൽബുകളിൽ ഈമാനിന്റെ മധുരം നൽകണേ റബ്ബേ. ഈമാനിന്റെ മധുരം നൽകണേ റബ്ബേ. ഇസ്ലാമും ദീനും ദീനനുസരിച്ച് ജീവിക്കുന്നതും അതൊരു ആനന്ദമാക്കി തരണേ റബ്ബേ. അതൊരു ഭാരമാവാതെ ഒരു പ്രയാസമാവാതെ ജീവിതത്തിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ വഴിയാണല്ലോ അല്ലാഹുവിനെ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം ഞാൻ അല്ലാഹു തരണേ റബ്ബേ.
ഞങ്ങളുടെ സാധുക്കൾ മാതാപിതാക്കൾ ഭാര്യ സന്തതികളും കുടുംബക്കാർ സുഹൃത്തുക്കളും കൂട്ടുകാരും ഞങ്ങളെ സ്നേഹിക്കുന്നവർ മനസ്സിലും ആയാലും കൊണ്ടുവന്നവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ, എല്ലാവർക്കും പുറത്തു കൊടുക്കണേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. എന്റെ റഹ്മത്തിന്റെ അവകാശങ്ങളാകണേ വരാന് ഈ പരിശുദ്ധമായ റമദാൻ സന്തോഷത്തോടുകൂടെ മാതൃത്വത്തോടെ സജീവമാക്കാൻ റമദാനിന്റേതായ മര്യാദകളും നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നന്മകളും ഞങ്ങൾക്ക് ചെയ്യാൻ അയൽപ്പെട്ട ബന്ധങ്ങളിൽ നന്മ വരുത്താനും നന്നാക്കാനും ഖുർആനും നിന്റെ ദീനുമായും ഇബാദത്തുകളുമായും എടുക്കാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനും അല്ലാഹുവേ നോമ്പ് ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെടാനും നോമ്പിന്റെ എല്ലാ പുണ്യവും രക്ഷപ്പെടുന്ന സ്വർഗ്ഗലോകത്തെ അകത്തുനിന്ന് പുറം കാണുന്ന പുറത്തുനിന്ന് അകം കാണുന്ന എന്ന് പറയുന്ന മനോഹരമായ കൊട്ടാരങ്ങൾ നീ നൽകുന്ന നോമ്പ് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹുവേ സംസാരം മൃദുലമാക്കുന്ന രാത്രികാലങ്ങൾ സ്വീകരിക്കുന്ന ആ സ്വഭാവങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കണേ നമ്പുരാനെ. നീ അപാരമായ അനുഗ്രഹം തരും, എണ്ണവും എണ്ണവും ഇല്ലാത്ത കൂലി തരും എന്ന് പറഞ്ഞ ആ നോമ്പ് എന്ന് പറഞ്ഞ നോമ്പുകൾ മുമ്പോട്ട് സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ, ലോക രാജ്യങ്ങളിൽ സമാധാനം നൽകണേ റബ്ബേ. ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ അല്ലാഹുവേ ആരൊക്കെയാണോ ഈ ദീനിന്റെ ശക്തിയിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നിരപരാധികളായ ആളുകളെ അല്ലാഹുവേ കൂട്ടങ്ങളിൽ ചെന്ന് ചാവുകളായി പൊട്ടിത്തെറിച്ച് എത്രയോ പൊട്ടികളടക്കമുള്ള ആളുകൾ അല്ലാഹുവേ നന്മത്തിന്റെ ചിന്തയിൽ വരുത്തുന്ന പ്രവർത്തനങ്ങൾ ആര് ചെയ്യുമ്പോൾ അവരെ നീ പിടിക്കണേ അവരെ നീ പിടിച്ചു നോക്കണേ നമ്പുരാനെ. അവരുടെ ഭൂമിയിൽ നിന്നും ചീത്ത അജണ്ടകളിൽ നിന്നും അല്ലാഹുവേ ലോക മനുഷ്യരെ നീ സംരക്ഷിക്കണേ. ചെയ്യുന്ന ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ ദീനിനെ നീ കാവലാക്കണേ റബ്ബേ. ഈ ഉമ്മത്ത് പ്രതികൂട്ടിലായി പോകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും സംഭവിക്കാതെ കാവലുണ്ടാകണേ നമ്പുരാനെ. അല്ലാഹുവേ ഈ രാജ്യത്തെ നീ സമാധാനമുള്ള രാജ്യമാക്കണേ നമ്പുരാനെ. ഇതിന്റെ പരിസര പ്രദേശങ്ങളെ സമാധാനത്തിന്റെ രാജ്യങ്ങളാക്കണേ നമ്പുരാനെ. അല്ലാഹുവേ اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد العالمين. عام الخير ദാനത്തിന്റെ വർഷമായി ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ധർമ്മത്തിനും ദാനത്തിനും ആരെല്ലാം മുൻകൈയെടുക്കുന്നുണ്ടോ ഈ വലിയ ഒരു ആശയം കൊണ്ടുവന്നവരോ ഈ രാജ്യക്കാരും ഭരണാധികാരികളോ നാട്ടുകാരും ഇവിടുത്തെ താമസക്കാരുമായ മുഴുവൻ ആളുകളും അതിന്റെ അല്ലാഹു ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. മലയാളികൾ അടക്കമുള്ള വിദേശി സമൂഹങ്ങളോട് ഒരുപാട് സ്നേഹവും അനുകമ്പയും ഉണ്ടായിരുന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖുനായി മഹാനായ ഉസ്താദ് ഏത് സദസ്സിലും ഷെയ്ഖായ തങ്ങളുടെ പേരിൽ ഫാത്തിഹ വേണ്ടി പറയാം. പറ്റുമ്പോഴും ഉസ്താദ് ചെന്നോട് യാതൊരു ചെയ്യും. അത്രയും വലിയ നന്മകളുള്ള വളരെ മഹാനായ ഉസ്താദ് എപ്പോഴും ബഹുമാനത്തിൽ മാത്രം പറയുന്ന ഷെയ്ഖായ അദ്ദേഹത്തിന്റെ ഖബറിടം സുഹൃത്തുക്കളാണ് വരാനെ. അദ്ദേഹം വഫാത്തായ അന്ന് മുതൽ ഈ സെക്കൻഡ് വരെയും നിരന്തരമായി 24 മണിക്കൂറും ഖുർആൻ ഓതപ്പെടുന്ന ഒരു ഖബർ അല്ലാഹു അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യമാണ്. പരമതമ്പുരാൻ അദ്ദേഹം ചെയ്ത നന്മയാണ് അതിന്റെ കാരണം നിങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സുഹൃത്തുക്കളാക്കണേ തമ്പുരാനെ. അവരുടെ പിൻഗാമി രാജ്യത്തിന്റെ ഭരണാധികാരി പ്രസിഡന്റുമായ അല്ലാഹു അദ്ദേഹത്തിന് ആയുരാരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇതിന്റെ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ദുബൈ ഇന്റർനാഷണൽ കോളേജ് ഖുർആൻ അവാർഡ് അടക്കമുള്ള ഒരുപാട് നന്മകൾക്ക് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ വളരെ രക്ഷാബോധത്തോടെ നയിക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ എല്ലാവരെയും അല്ലാഹുവേ സത്യത്തിൽ അടിയുറപ്പിച്ച് നിർത്തുകയും അവരെ കൊണ്ട് സത്യത്തെ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യണേ തമ്പുരാനെ. اللهم أيدهم بالحق وأيد الحق بهم يا رب العالمين. اللهم ارحمنا وارحم موتانا يا خير الراحمين. അല്ലാഹു നമ്മുടെ രോഗികൾക്ക് രക്ഷിക്കുന്നതിനെ ഒരുപാട് ആളുകൾ വിഷമത്തിലാണ് റബ്ബേ. അല്ലാഹുവേ ഡോക്ടർമാർ കൈകളിൽ വിഷയങ്ങളെയും ഹോസ്പിറ്റലിൽ പ്രായമായവരാണ്. വളരെ വലിയൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അല്ലാഹുവേ ഇതിന്റെ ആഗ്രഹം പോലെ കഴിച്ചു പോകണമെന്നാണ്. പ്രശ്നത്തിലാണ് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണേ വരാനെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നാട്ടിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് മറ്റും പോകാനിരിക്കുകയാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന് വളരെ ശിക്ഷ കൊടുക്കണേ. വളരെ വിഷമിച്ചുള്ള അസുഖത്തിലാണ് അല്ലാഹു ശിക്ഷ കൊടുക്കണം.
കൊടുക്കണേ, തമ്പുരാനെ ശരിയാക്കി കൊടുക്കണമേ. അവരുടെ എന്റെ ആഗ്രഹം സഫലമാക്കണേ. റഹ്മാനെ കണ്ടെന്ന് കണ്ണുനീര് വന്നു ഹജ്ജ് ചെയ്യുന്നത് മാത്രമേ എന്റെ മുന്നിൽ ആഗ്രഹമുള്ളത് ഒന്നുമില്ല. അതിനുവേണ്ടി മനസ്സുകൊണ്ട് ഒരുങ്ങി ഹജ്ജിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അവസരത്തിലാണ് സുഖമുള്ളത്. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു കൊടുക്കുക. നിനക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാനുള്ള ആ സൗഭാഗ്യത്തിന് അവസരം കൊടുക്കണമെന്ന് അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബത്തിലും ഞങ്ങൾ ഓരോരുത്തരിലുമുള്ള സുഖം നിശ്ചയിക്കണേ. പോലും അറിയാത്ത മാരക രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കാവലുണ്ടാവേണ്ടേ തമ്പുരാനെ. മരണപ്പെടുമ്പോഴാണെങ്കിലും ആനന്ദത്തിലും സന്തോഷത്തിലും മക്കളെ റബ്ബേ ഞങ്ങൾക്ക് നിന്നിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നവരാണ്. നമുക്കാക്കുന്ന സമയം വരേക്കും നന്മയിലായി ജീവിക്കാൻ തോന്നിക്കുക റഹ്മാനെ. ഈ ബാക്കിയുള്ള ഷഹ്ബാനിന്റെ ദിനരാത്രങ്ങളിലും വരാൻ പോകുന്ന റമദാനിലും അതിനപ്പുറത്തും അല്ലാഹുവിന്റെ ജീവിതത്തിലേക്കുള്ള വലിയ മാറ്റങ്ങളുടെ അവസരങ്ങളാക്കി മാറ്റിത്തരണേ. നല്ല നന്മയിലേക്കുള്ള മാറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ ഉചിതമായ കാൽവെപ്പുകൾ എടുക്കാനുമുള്ള മനക്കരുത്ത് അല്ലാഹുവേ ഒരു റമദാനിൽ 60 തവണ ഖുർആൻ ഖത്ം നിർത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. 60 ഖത്ം, ഒരു ദിവസം 2 ഖത്ം വീതം. അല്ലാഹു അത്രയും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളുകൾ റഹ്മാനേ മറ്റൊരു വാക്കുമില്ലാതെ ഖുർആൻ കൊണ്ട് മാത്രം റമദാൻ കഴിച്ചു കിട്ടിയവർ റഹ്മാനേ ഞങ്ങൾക്ക് അത്രയെന്ന നാവിലെങ്കിലും അല്ലാഹുവേ വളരെ കൂടുതൽ ഇബാദത്തും നിന്റെ ഖുർആന്റെ തിലാവത്തും ചെയ്യാൻ തോന്നിക്ക് തരണമേ. അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് നടത്തിയിട്ട് വല്ലാതെ പാവങ്ങളെ സഹായിക്കാനും ഭക്ഷണം കൊടുക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാൻ തോന്നിക്ക് തരണമേ. സഹോദരിമാർക്കും സഹോദരന്മാർക്കും ജോലി ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് വേഗത്തിൽ ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു നോമ്പിനുള്ള പ്രത്യേകമായ കരുത്തും ആഫിയത്തും നൽകണമേ. അല്ലാഹ് കടങ്ങളൊക്കെ വിടാൻ വഴി തന്നെ റഹ്മാനെ കടങ്ങളൊക്കെ വിടാൻ വഴി നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട ആളുകളുണ്ട് റബ്ബേ. ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭീതിയിലിരിക്കുന്നവരുണ്ട് അല്ലാഹുവേ. ബിസിനസ് നഷ്ടപ്പെട്ടവരുണ്ട്, പല വിധത്തിൽ കടബാധകൾ കുഞ്ഞുകൂടിയവരുണ്ട്, നഷ്ടം സംഭവിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഹൈറായ മൈശത്ത് നീ പകരം നൽകണമേ തമ്പുരാനെ. നമ്മളൊക്കെ ചെയ്യുന്ന ജോലി നിനക്ക് ഇഷ്ടവും അല്ലാഹു ഞങ്ങൾക്ക് ഹൈറുമാണ് ജന്നത്തിൽ തരണം തമ്പുരാനെ. അതല്ലെങ്കിൽ ഹൈറിലേക്ക് ഒരു മാറ്റം ഞങ്ങളെല്ലാവർക്കും നൽകണമേ. മക്കളൊക്കെ നല്ലവരാക്കി കാണുന്നത് പഠിക്കുന്നവരും ബുദ്ധിയുള്ളവരും അച്ചടക്കമുള്ളവരും അല്ലാതെ അനുസരിക്കുന്നവരുമായി വഴിതെറ്റി പോകാൻ നല്ല മക്കളാക്കി തരണേ റബ്ബേ. എല്ലാവരും ഞങ്ങളുടെ ചെറുപ്പക്കാരോട് കാവൽ കൊടുക്കണേ തമ്പുരാനെ. വഴിതെറ്റി ജീവിച്ച് പല രീതിയിലും അലഞ്ഞു നടക്കുന്ന മക്കളൊക്കെ മാവുകയെ നിന്റെ ജനാലിലേക്ക് നിന്റെ വഴിയിലേക്ക് വന്നെടുക്കാനും ഈ ദിനമായി എടുക്കാനും ഉള്ള അവസരം ഞങ്ങൾക്കും അവർക്കും എല്ലാ കാരണത്തിനും മുന്നിൽ നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ ഞങ്ങളുടെ സഹോദരിമാരുടെ വിവാഹപ്രായം വ്യക്തികൾക്ക് യോജിച്ച് വിവാഹം നൽകണേ റഹ്മാനെ. വിവാഹിതരാകാൻ പോകുന്ന പുരുഷന്മാർക്ക് വളരെ പ്രാണമുള്ളതും നൽകണമേ. വീടുകളിൽ തുടങ്ങാൻ നിൽക്കുന്നവരുടെ തുടങ്ങിയവരും ഹൈറും വറക്കത്തും നൽകണമേ. തമ്പുരാനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി, ഒരുപാട് കാലത്ത് ഇടവേള വന്ന് വിഷമിക്കുന്നവർ അവരുടെ തമ്മുകളുടെയുള്ള മക്കളെ നൽകണമേ റഹ്മാനെ. അവരുടെ ജോലിക്ക് മതിയായി നാട്ടിലേക്ക് തിരിച്ചുപോയ ഒരുപാട് ആളുകൾ ചിലർക്ക് നാട്ടിൽ നിന്ന് മരണപ്പെട്ടു, ചിലർക്ക് നാട്ടിലുണ്ട്, ചിലപ്പോൾ കാണാൻ പറ്റുന്നവരുണ്ട്, പറ്റാത്തവരുണ്ട്. ഇസ്ലാമിക് സെന്ററിന്റെ ആദ്യകാല പ്രവർത്തകന്മാരടക്കം ഇതിനടുത്ത കാലങ്ങളിലായി പ്രവർത്തിച്ചു പോയവർ നാട്ടിലേക്ക് പോയവരും അവർക്ക് നീ കാവലി കാരണമുണ്ട്. തിരിച്ചു പോയവർക്ക് നീ മഹത്വം കൊടുക്കണേ തമ്പുരാനെ. ഇങ്ങനൊരു മാസത്തിലും നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എഴുത്തത്തിലാക്കണേ തമ്പുരാനെ. നിങ്ങളെല്ലാവർക്കും ഈ ഉമ്മത്തിൽ തന്നെ എഴുത്തത്ത് നൽകണേ. കലാപങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനാവശ്യമായ വിവാദങ്ങളോ അനാവശ്യമായ ചർച്ചകളോ ഒന്ന് സമയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ റമദാനുകളിൽ എല്ലാ കാലങ്ങളിലും വിശ്വാസം ചെയ്യുന്ന പോലെ അല്ലാഹുവേ അത്തരം പരീക്ഷണങ്ങളൊന്നുമില്ലാതെ റമദാനിനെ ഞങ്ങൾക്ക് വിവാദത്തിന്റെ അവസരമാക്കിയിട്ടുണ്ട്. വിവാദത്തിന് അവസരം നൽകണേ. വിശുദ്ധ ഖുർആൻ ഓതാതെ നടക്കുന്ന ഒരു സമൂഹത്തെ അല്ലാഹു തർക്കം കൊണ്ട് പരീക്ഷിക്കുന്ന ഖുർആനിൽ നടന്നു പോകുന്ന ആ സ്വഭാവം ഞങ്ങൾക്ക് ആർക്കും വരാതെ നീ കാണണമേ. പഠിച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണമേ. ഈമാൻ സലാമത്താക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ അല്ലാഹുവേ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ലാതെ അല്ലാഹുവേ ദീനിന്റെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാഹുവേ എല്ലാവർക്കും ഒരുപാട് ലൈവുകൾ ചെയ്യുന്നവർ, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ദീനിന്റെ അറിവ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് സമയം
വലിയ ജാഗ്രതയിൽ ചെലവഴിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളെല്ലാവരും ഇസ്ലാമിക് സെന്ററുകൾ ഒരുപാട് പ്രവർത്തകന്മാർ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്രമമാനായ ഇവിടുത്തെ KMCC അടക്കമുള്ള എല്ലാ സംഘടനകളും നിരന്തരമായ വലിയ പ്രവർത്തനങ്ങളിലേക്ക് ഒഴുകുകയാണ്. നാട്ടിലും ഇവിടെയും ഒക്കെ അതൊക്കെ വലിയ വിജയിക്കാനാണ് റഹ്മാനെ വലിയ സഹായമായി കിട്ടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥയിലാക്കാൻ ഇവരുടെ നീയത്തിൽ വിലാസം നന്നാക്കിയത് വലിയ പറക്കത്തുള്ള അണ്ടലാക്കി വലിയ ആഗ്രഹത്തിലേക്കുള്ള മുതൽക്കുണ്ടായി തരണമേ തമ്പുരാനെ. നാളെ നിന്നെ കാണാനും അവിടുത്തെ അധികത്തിരിക്കാനുമുള്ള ആശ്രമമാക്കി ഈ മജ്‌ലിസിൽ ഇരുന്നതിന്റെ പേരിൽ ഇവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മുഹബ്ബീങ്ങളായ ആളുകൾക്കൊക്കെ ഇന്ന് നിങ്ങളുടെ തമ്പുരാനെ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك